കൊച്ചിയിൽ ഇന്ന് എന്താണെന്ന് അറിയില്ല, പതിവില്ലാത്ത തരത്തിലുള്ള ഒരു വെയിലും ചൂടൊക്കെ ഉണ്ട്. സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അതിനൊരു കാരണം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്ന് വൈകുന്നേരം ബിഗ് ബോസ് സീസൺ 6 ലോഞ്ചിങ് എപ്പിസോഡാണ് എന്നുള്ളത്. അതിൽ എന്താണ് സംഭവിക്കാൻ പോകാന്നുള്ളത് എല്ലാവരും ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. കാരണം സീസൺ 5 ശേഷം വലിയൊരു ഗ്യാപ്പ് സീസൺ 6 വന്നിട്ടുണ്ട്. ആരൊക്കെയായിരിക്കും വരാൻ പോകുന്നതെന്നുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ സോഷ്യൽ മീഡിയാസിൽ വല്ലാണ്ട് ഇങ്ങനെ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പബ്ലിക്സിന് എന്താണ് അതിൽ പറയാനുള്ളതെന്നുള്ള ഒപ്പീനിയൻസ് നമുക്ക് കേൾക്കാം. അവരാരൊക്കെയാണ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. ആരായാലും വൈബ് ഉണ്ടായാൽ മതി. ഒഴിവുള്ളപ്പോ കാണുന്നല്ലേ ആറാട്ടണ്ടെങ്കിൽ വന്നാൽ തൊപ്പി വന്നാൽ നൈസായിരിക്കും. തൊപ്പി കാർത്തിക് സൂര്യ സിനിമാടന്മാരല്ല പറഞ്ഞ ആഗ്രഹിക്കുന്നത്. അത് പങ്കെടുക്കുന്നത് ലാലേട്ടന് പകരം ഒരാളെന്ന് ആരെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? യൂത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ പിടിക്കും. ഈ ഓൾഡി പിടിക്കാതെ യൂത്ത് തന്നെ കൊണ്ടുവരിക. ഐ തിങ്ക് ഇറ്റ് വിൽ ക്രിയേറ്റ് അനാർക്കിസം ഇൻ യൂത്ത്. തെറ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള എപ്പോഴും ചെയ്യാറ്. അപ്പൊ അങ്ങനത്തെ ഒരു പാട് ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പവറാവും. ഇപ്പം 100 നിൽക്കണമെങ്കിൽ അതൊരു 200 മേളിൽ പോകും. ലാലേട്ടൻ അല്ലാതെ ഒരാളുടെ പേര് പറഞ്ഞു. സുരേഷ് ഗോപി. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പേര് ഇതുവരെ ഇപ്പൊ നിലവിൽ സോഷ്യൽ മീഡിയാസിൽ കണ്ടുവരുന്ന ഒരു ഇത് വെച്ചിട്ട് എന്താ ഇപ്പൊ ഇത്തവണത്തെ സീസൺ 6 പറ്റിട്ട് എന്താ തോന്നുന്നത്? 6 കുറിച്ച് ഞാൻ കേട്ടില്ല. അതിന് മുമ്പ് കണ്ടതെല്ലാം കണ്ടില്ല. പരസ്യം കാണുമ്പോ ഒരു ചളി ഫീലാ തോന്നുന്നത്. ബിഗ് ബോസ് കാണാറില്ലേ? എല്ലാ സീസണും കണ്ടിട്ടുണ്ടോ? ഏറ്റവും ഫേവറേറ്റ് സീസൺ ഏതാ? പേളിയൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് സീസൺ. ഓക്കെ, ഇന്നിപ്പോ സീസൺ 6 ലോഞ്ചിങ് ആണ്. വെയിറ്റ് ചെയ്യായിരിക്കും തോന്നണല്ലോ. ഓക്കെ, ആര് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? പ്രഡിക്ഷൻ ലിസ്റ്റിനെ പറ്റി ഒരു ഐഡിയ തോന്നുന്നില്ല. കേൾക്കുന്നുണ്ട്. അവര് സീരിയലിൽ കുറെ പേരുണ്ടെന്ന് ഇഷ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡൊക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കുമല്ലോ. ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നിപ്പം ലോഞ്ചിങ് ആണ് 6th സീസണിന്റെ. കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒഴിവുള്ളപ്പോ കാണുന്നല്ലേ. ആരെങ്കിലും വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും വരണമെന്ന്? എപ്പോഴും ചിരിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ ആറാട്ടണ്ടെങ്കിൽ വന്നാൽ ചിരിക്കാൻ പറ്റും. ആറാട്ടെണ്ണൻ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കണ്ടന്റ് ഇപ്പൊ തിയേറ്ററിൽ ഇങ്ങനെ കാണിക്കുന്ന കണ്ടന്റ് തന്നെ ഏകദേശം അവിടെയും കാണിച്ചാൽ റിവ്യൂസാ. അഖിൽമാരാണോ ഫേവറേറ്റ്? അല്ല, ഉണ്ടായിരുന്ന എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? നന്നായിട്ട് കളിച്ചു എന്ന് ഫീൽ ചെയ്യുന്നത്? അല്ല, ഞാനതൊരു ക്രിട്ടിക്കലായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറ്. ഞാൻ അതിനെ മുഴുവൻ നിങ്ങളുടെ പ്രോഗ്രാമിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ നോക്കുമ്പോ ഐ തിങ്ക് ഇറ്റ് വിൽ ക്രിയേറ്റ് അനാർക്കിസം ഇൻ യൂത്ത്. ഓക്കെ, ബൈ ഒബ്സർവിംഗ് ദ ലൈഫ് സ്റ്റൈൽ ഇൻ ദാറ്റ് സ്റ്റുഡിയോ. ഓക്കെ, അതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഫീൽ ചെയ്തത്. ഞാനതൊരു വിമർശനാത്മകമായി തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലാലേട്ടന്റെ ആങ്കറിങ്ങിനെ പറ്റിട്ട് എന്താ ഒരു ക്രിട്ടിക്? അദ്ദേഹത്തിന്റെ ഗൗരവം ഇത്ര ഗൗരവമല്ല, വളരെ ഫ്രീ ആയിട്ട് കുറച്ചും കൂടെ ഒന്ന് ഇന്ററാക്ഷൻ മോഡിലേക്ക് വരികയാണെങ്കിൽ നന്നായിരിക്കും. കാരണം പഴയ ഒരു സ്റ്റൈൽ ഉണ്ടാവും. മോഹൻലാലിനെ കുറിച്ചും പഴയ അദ്ദേഹത്തിന്റെ എൻട്രിയിൽ ഇപ്പോഴത്തെ വളരെ ഗൗരവം, ആ ഒരു ഇത് വേണ്ട, സീരിയസ്നെസ് വേണ്ട. എന്റർടൈൻമെന്റ് പ്രോഗ്രാം. ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നു. ഏതൊക്കെ സീസൺസ് കണ്ടിട്ടുണ്ട്? ഞാൻ സീസൺ 1 കണ്ടുള്ള 2 കണ്ടിട്ടുണ്ട്. ഈ ലാസ്റ്റ് വന്ന സീസണും കണ്ടിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ എന്താ ഇത്തവണത്തെ സീസൺ 6 പറ്റി? കഴിഞ്ഞതിനെക്കാട്ടും ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. അതായത് ബെറ്റർ ആകുമെന്ന് ഒരു വിചാരമുണ്ട്. എന്താ ഒരു തോന്നൽ വരാൻ കാരണം? കഴിഞ്ഞ ഈ തെറ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള എപ്പോഴും ചെയ്യാറ്. അപ്പൊ അങ്ങനത്തെ ഒരു പാട് ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലാലേട്ടന്റെ ആങ്കറിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ലാലേട്ടന്റെ ആങ്കർ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. എന്താ വെച്ചാല് പുള്ളി തികച്ചും ഒറിജിനലായിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ആങ്കറിംഗ് വളരെ ഇഷ്ടപ്പെട്ടു. മോഹൻലാലിന് പകരം ഒരാളെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ? മോഹൻലാലിന് പകരം ഇല്ല, പുള്ളി തന്നെയാണ് നല്ലത്. മോഹൻലാൽ തന്നെയാണ് കാര്യം വെച്ചിടുന്നത്. തന്നെയാണ് നല്ലത്. വേറെ ആരും ഇല്ല. ഇപ്പൊ ഇത്തവണത്തെ സീസണില് ആര് വന്നാൽ കളർഫുൾ ആകുമെന്നാ വിചാരിക്കുന്നേ? തൊപ്പി വന്നാൽ നൈസായിരിക്കും. തൊപ്പി ഫാനാണോ? തൊപ്പി ഫാനാണ്. പുള്ളി ഏറുന്ന എനിക്കറിയാൻ പാടില്ല, പക്ഷെ വന്നാൽ നൈസായിരിക്കും. ഏത് സീസണാ കണ്ടിട്ടുള്ളത്? തുടക്കത്തിലെ ഫസ്റ്റ് സീസൺ കണ്ടിട്ടുള്ളത്. അതില് മിക്ക എപ്പിസോഡും കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ സമയം കിട്ടിയ ആ സമയത്തുള്ള ഗ്യാപ്പില്, പിന്നീട് നമ്മുടെ തൊഴിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ സമയം കിട്ടാറില്ല. ഇത്തവണത്തെ ഇന്നിപ്പോ മുതൽ തുടങ്ങാണ്, അറിഞ്ഞിരുന്നോ? സീസൺ 6 തുടങ്ങാണ്. അപ്പൊ ആരെങ്കിലും വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഏതെങ്കിലും സിനിമാ നടന്മാര് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? സിനിമാടന്മാരല്ല വരണമെന്ന് ആഗ്രഹിക്കുന്നത്. പിന്നെ അത് പങ്കെടുക്കുന്നത് ഇതിലൂടെ അറിയപ്പെടുന്ന ആരെങ്കിലും വരുന്നോന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ഈ പരിപാടിയിലൂടെ അവരറിയപ്പെടണം. അവരതിലൂടെ
എന്നല്ല ഇതും കൊണ്ട് ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അതായത് സാധാരണക്കാര് വന്ന് അവര് ഫേമസ് ആവുക, ഫേമസ് അതാണ് വേണ്ടത്. വേണം. അവരുടെ പ്രോഗ്രാം കൊണ്ട് ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അവരുടെ കഴിവുകൾ അതിനകത്ത് പ്രകടമാക്കുക. കഴിവുള്ളവനെ അതിനകത്ത് വന്നിട്ട് അവന്റെ കഴിവ് കാണിക്കുന്നതിന് മുതൽ ഇതിലൂടെ അവന്റെ കഴിവ് പ്രകടമാക്കിയിട്ട് അവന് അതൊരു വൈറലായിട്ട് അവൻ ഒരു പോപ്പുലറായിട്ട് മാറട്ടെ എന്നൊരു ആശംസകൾ പറഞ്ഞു. ഓക്കെ, ലാലേട്ടന്റെ ആങ്കറിംഗ് ഒക്കെ എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? ലാലേട്ടൻ അതിനകത്ത് ശരിക്കും നമുക്കത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ്റെ പ്രോഗ്രാം പുള്ളിക്കാരൻ അത് കൊണ്ടുപോകുന്നുണ്ട്, ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത്, ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും ലാലേട്ടന് പകരം ഒരാളെന്ന് ആരെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇനി അതിന് പറ്റൂല, കാരണം അത് കഴിഞ്ഞ സംഭവമാണ്. അപ്പൊ അതിന് അല്ല, ഇനി വരാൻ പോകുന്നതിലൊക്കെ ആണെങ്കിൽ ഇല്ല, പറ്റില്ല. അതിൽ കയറി കളിക്കാൻ പറ്റിയ ആരും ഇല്ല. പുള്ളിക്കാരനെ അത് അത്രയ്ക്ക് മാത്രം കയറ്റി വെച്ചിട്ടുണ്ട്. അതിൽ കയറി കളിക്കാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്തിട്ട് ആരെങ്കിലും വരാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ പരിപാടിക്ക് ലാലേട്ടനെ കഴിഞ്ഞിട്ട് ഇനി കയറി വെക്കാൻ ആരുമില്ല. എല്ലാ സീസണും കണ്ടിട്ടുണ്ട്? അത്യാവശ്യം എല്ലാ സീസണും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീസൺ ഏതായിരുന്നു? ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ സീസൺ, ലാസ്റ്റ് സീസൺ. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നന്നായിട്ട് ചെയ്തു തോന്നണ ആരെയാ? സീസൺ 6 ആരെങ്കിലും വന്ന കളർ ആകും എന്ന് വിചാരിക്കുന്ന ആരെയാ? കളറ് തൊപ്പി വരണം. തൊപ്പി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് അടിപൊളിയായിരിക്കും. കുറച്ചും കൂടെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും ബിഗ് ബോസ്. അപ്പൊ തൊപ്പി വരും എന്നുള്ള റൂമേഴ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്? വേറെ ആരെങ്കിലും? ഞാൻ മെയിനായിട്ട് പറഞ്ഞ തൊപ്പി, പിന്നെ നമ്മളെ കാർത്തിക് സൂര്യ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ കഴിഞ്ഞ സീസൺ വെച്ച് നോക്കണമെങ്കിൽ മാരാർ അടിപൊളിയാ. വിന്നറായോണ്ടല്ല, ആളുടെ ആ ഒരു ക്യാരക്ടറും ആള് പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ പൊളിയല്ലേ, ലാലേട്ടനെ പ്രത്യേകിച്ച് പറയണ്ട കാര്യമുണ്ട്. പക്ഷെ കുറച്ചും അടിപൊളിയായിരിക്കും. മമ്മൂക്കായും കൂടെ വേണമെന്ന് കുറച്ചും കൂടെ പവർ ആവും. ഇപ്പം 100 നിൽക്കണമെങ്കിൽ അതൊരു 200 മേലിൽ. ഇപ്പം ലാലേട്ടൻ അല്ലാതെ ഒരാളുടെ പേര് പറഞ്ഞേ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ നമ്മള് കണ്ടിന്യൂസ്ലി കണ്ടുവരുന്നത് സുരേഷ് ഗോപി. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പേര് ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ വേറെ ആരാ? അതെ, നമ്മള് ഇതുവരെ ഇപ്പൊ ഇത്രയും സീസണിലും കണ്ടുവന്നിട്ടുള്ള ലാലേട്ടനല്ലേ. അപ്പൊ ലാലേട്ടനെ പോലത്തെ അത്ര ഒരു പവർഫുൾ ആയിട്ടുള്ള വേറൊരാള് പറഞ്ഞ പോലെ സുരേഷ് ഗോപി തന്നെയാണ്. എക്സൈറ്റ്മെന്റ് ഉണ്ടോ? എന്താ എക്സൈറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷ അങ്ങനെയായിട്ട് വലുതായിട്ടൊന്നുമില്ല. സീസണ് തൊപ്പിയും ബാക്കിയുള്ള ക്യാരക്ടറുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ കാർത്തിക് സൂര്യ അതേപോലത്തെ കുറച്ചും കൂടെയൊക്കെ യൂത്തുകൾ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ പൊളിക്കും. ഈ ഓൾഡി പിടിക്കാതെ യൂത്ത് തന്നെ കൊണ്ടുവരികയാണ്. കഴിഞ്ഞ 5 ബിഗ് ബോസ് സീസണേക്കാളും ഈ 6ാമത്തെ സീസണ് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പുതിയ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകാം എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ബിഗ് ബോസ് ഹൗസിന്റെ സ്പെഷ്യാലിറ്റീസിനെ പറ്റിയൊക്കെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെയോ പുതുമകളുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന കണ്ടസ്റ്റൻസിനും ആ ഒരു പുതുമകൾ നൽകാൻ കഴിയുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇത്തവണത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സജഷൻ തൊപ്പി തന്നെയാണ്. സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് നൽകുന്നത് തൊപ്പിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. കൂടാതെ ആറാട്ടണ്ണനും അതുപോലെ പെരേര പോലുള്ള ആളുകളെയൊക്കെ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് വൈകുന്നേരത്തെ ലോഞ്ചിങ് എപ്പിസോഡ് കൂടി തന്നെയാണ് മനസ്സിലാകുള്ളൂ. എന്താണെങ്കിലും എപ്പിസോഡ് നമ്പർ 1 മുതൽ 100 വരെയുള്ള എല്ലാ എപ്പിസോഡ്സിന്റെയും കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും റിവ്യൂസും കാണാ കാഴ്ചകളും നമ്മൾ മൂവി വേൾഡ് ടീം വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നും നമ്മുടെ ആ ഒരു എപ്പിസോഡ്സ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ടാവും. നാളത്തെ ലോഞ്ചിങ് എപ്പിസോഡ് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ആർ വാച്ചിങ് ബിഗ് ബോസ് സീസൺ 6 വിത്ത് us.